പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വാഴണമേ. യേശു മിശിഹായിൽ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ, പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള നൊവേനയുടെ 4-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ആത്മശക്തി എന്ന ദാനത്തെക്കുറിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. എന്തുകൊണ്ടാണ് തിരുവചനം ഇപ്രകാരം പറയുന്നത്? അത് ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം പേടിച്ചിരിക്കുന്ന ശ്ലീഹന്മാരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ്. പത്രോസ് സ്വയം ചിന്തിക്കുന്നുണ്ട്, കർത്താവിനെ 3 തവണ തള്ളിപ്പറഞ്ഞ് ഞാൻ എങ്ങനെ അവിടുത്തെ പ്രഘോഷിക്കും? യോഹന്നാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പമാണ്, ആരും എന്നെ കേൾക്കില്ല. തോമാസ് ലീഹ ചിന്തിക്കുന്നു, എനിക്ക് സംശയമുള്ളവനാണ്, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ അപ്പോൾ ബോധ്യപ്പെടുത്തും? സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുമില്ലേ കുറേ നിമിഷങ്ങൾ, നമുക്ക് പറ്റില്ല എന്ന് തോന്നിയ നിമിഷങ്ങൾ, മറ്റുള്ളവരെ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച നിമിഷങ്ങൾ. ഇങ്ങനത്തെ വ്യത്യസ്തമായ നിമിഷങ്ങളും ബലഹീനതകളും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. ഈ ശക്തി എന്ന് പറയുന്നത് ദൈവം തരുന്ന ദാനമാണ്. ഈശോയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് 40 ദിവസം അവർ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി കാത്തിരുന്നു. ഈ തിരുവചനത്തിന്റെ അഭിഷേകം നിങ്ങളിൽ ഓരോരുത്തരും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.